ചെടി വാങ്ങിക്കുമ്പോൾ നിറച്ച് പൂക്കളാണ്, നല്ല ബുഷുള്ള ചെടികളും ആയിരിക്കും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ചെടി നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നില്ല, ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കംപ്ലൈന്റ്. എന്നാൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ. നഴ്സറിക്കാർ ചെടികൾ നന്നായിട്ട് വളരാനും പൂക്കാനും യൂസ് ചെയ്യുന്ന ഒരു മാജിക് വളമാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അഥവാ DAP. ഇപ്പൊ DAP റോസ് ചെടികളാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലും, മറ്റു ചെടികൾക്ക് 3-4 ആഴ്ചകൾ ഒരിക്കലും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും, നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും. ചട്ടിയിലെ മേൽമണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിന്റെ സൈഡിൽ ചുറ്റുമായിട്ട് തണ്ടിൽ തട്ടാതെ വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ വളത്തിന്റെ അളവ് നമ്മുടെ ചട്ടിയുടെ സൈസ് അനുസരിച്ച് വേണം, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഡോസേജ് ഓവർ ആയാൽ ചെടി കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തണ്ടിൽ തട്ടാതെ കുറച്ച് നീക്കി ഇട്ട് കൊടുത്ത് ആ മണ്ണൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നനച്ചു കൊടുത്താൽ മാത്രം മതി. ചെറിയ ചട്ടിയിലാണെങ്കിൽ നേരത്തെ എടുത്തതിന്റെ അളവിൽ നിന്ന് കുറച്ച് വേണം എടുക്കാനായിട്ട്, അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എത്രയൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുത്താലും അതിന്റെ വളർച്ച ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് കീടങ്ങൾ. അപ്പൊ നമ്മുടെ റോസ ചെടികളാണെങ്കിൽ അതിന്റെ കൂമ്പ് മുരടിച്ച് നിൽക്കുക, മുട്ട് കരിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഇഷ്യൂസിനുള്ള സൊല്യൂഷൻ ആണ് നമ്മളൊരു നല്ല പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള എക്സോഡസ് അല്ലെങ്കിൽ കോൺഫിഡോർ പോലെയുള്ള നല്ല പെസ്റ്റിസൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. റോസ് പ്ലാന്റ്സിന് 2 ആഴ്ചയിൽ ഒരിക്കൽ ഉറപ്പായി നമ്മൾ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2 ml എക്സോഡസ് 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ 1 ml കോൺഫിഡോർ 1 ലിറ്റർ വെള്ളത്തിലോ മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മൊത്തത്തിൽ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെയുള്ള ഫെർട്ടിലൈസറും മെഡിസിൻസും എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ പ്ലാൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.